ഗായ്സ്, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനും അനിയത്തി അമ്മയും കൂടി കണ്ണൂർ പോയിട്ടുണ്ടായിരുന്നു. കണ്ണൂർ ഓണം ഫെയർ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. നമ്മൾ കുറച്ച് ലേറ്റായി പോയി, ഓണത്തിന് ശേഷമൊക്കെയാണ് നമ്മൾ പോകുന്നത്. എങ്കിലും ഒന്ന് പോയി കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിവിടെ വന്നേക്കുന്നത്. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് ഷെയർ ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഈ വ്ളോഗ് ഞാൻ എടുക്കുന്നത്. ഫ്രണ്ടിൽ തന്നെ നയഗ്ര വാട്ടർഫാൾസിൻ്റെ ഒരു പിക്ചറൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ ടിക്കറ്റ് കൗണ്ടറിലൊക്കെ പോയിട്ട് അവിടുന്ന് നേരെ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറി. ഒരാൾക്ക് 150 രൂപയാണ് ടിക്കറ്റ് വില. അകത്ത് കയറിയപ്പോഴാവട്ടെ എനിക്ക് വേണ്ടി ഒഴിച്ചിട്ട പോലെ ഈ ഒരു ഭാഗത്ത് ഒരാളും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്തു. നമ്മളൊരു ഉച്ച സമയത്ത് പോയതുകൊണ്ട് തന്നെ വലിയ ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചുകൂടി ഈവനിങ് ഒക്കെ ആകുമ്പോഴാണ് ആൾക്കാർ കൂടുതലും വരിക. അപ്പോൾ ഇവിടെ മൊത്തം ലൈറ്റൊക്കെ ഇട്ടിട്ട് ഈ നയഗ്ര വാട്ടർഫോൾസ് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരിക്കും. ആ ടൈം നല്ല വെയിലായിരുന്നു പുറത്ത് മൊത്തം. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നേരെ നമ്മൾ മറ്റൊരു സ്പോട്ടിലേക്ക് പോയി. അതിനിടയിൽ ഞാൻ എൻ്റെ അനിയത്തിനോട് ഫീഡ്ബാക്ക് ഒക്കെ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് നിനക്ക് നേരത്തെ കണ്ട നയഗ്ര വാട്ടർഫോൾസ്, ഇഷ്ടപ്പെട്ടോ, അടിപൊളിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെയാണ് നിൽക്കുന്നത്. അതിനുശേഷം നമ്മളിത് ഇങ്ങനത്തെ ഒരു സ്ഥലത്തുകൂടി ഇങ്ങനെ പോയി ഇവിടെ DJ ഒക്കെ ഉണ്ട്. കുറച്ചുകൂടി രാത്രിയായി കഴിഞ്ഞാൽ DJ വരും. അപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം പോലത്തെ ഒരു സ്ഥലമാണ്. അവിടെ നമുക്കിങ്ങനെ ഇറങ്ങുകയൊക്കെ ചെയ്യാം. അടിപൊളിയായിട്ടുണ്ട്. നല്ല വെയിലത്തും അവിടെ നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഒരു കൂളിംഗ് എഫക്റ്റ് ആയിരുന്നു അവിടെ നിൽക്കുമ്പോഴത്തേക്കും. പിന്നെ ഇങ്ങനെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന കുറേ ഏരിയാസ് ഉണ്ട് അവിടെ. അതിനുശേഷം നമ്മളിത് ഇതുപോലത്തെ ഒരു സ്ഥലത്തേക്കാണ് വരുന്നത്. കാണുമ്പോൾ ഒരു കാട് പോലെ ഉണ്ടല്ലോ. ട്രീസിന്റെ ഫോട്ടോസ് ഇതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ ആർട്ടിഫിഷ്യൽ ട്രീസ് ഇവിടെ ഒരുപാടുണ്ട്. അതിൻ്റെ ഇടയിൽ ലൈറ്റൊക്കെ പിടിപ്പിച്ചിട്ട് ആകെ മൊത്തം ഒരു വൈബുണ്ട്. നമ്മുടെ പക്ഷികളെല്ലാം ഇവിടെ ഇങ്ങനെ ഓപ്പൺ പ്ലേസിൽ പറന്ന് നടക്കുകയാണ്. ചിലതൊക്കെ ഇങ്ങനെ കൂട്ടത്തോടെ പറക്കുന്ന കാണാൻ തന്നെ നല്ല രസമുണ്ട്. പക്ഷെ എനിക്കവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് അവിടുത്തെ സ്മെല്ല് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ചെറിയ സ്മെല്ല് തന്നെ ഭയങ്കരമായിട്ട് കിട്ടും. എന്നെ പോലെ ഇങ്ങനെ സ്മെല്ലൊക്കെ ഭയങ്കരമായിട്ട് കിട്ടുന്നവർ, അല്ലെങ്കിൽ ഇങ്ങനെ അലർജി ഒക്കെ ഉള്ളവരാണെങ്കിൽ മാസ്ക് ഇട്ടിട്ട് മാത്രം ഇതിനകത്ത് പ്രവേശിക്കുക. ഇതുപോലെ ഈ പക്ഷികളുടെ സ്ഥലത്ത് തന്നെ ഒരു ഓരത്ത് ഇതുപോലെ പാമ്പിനെയും കൊണ്ട് ഒരു ചേട്ടൻ ഇരിക്കുന്നുണ്ടായിരുന്നു. പാമ്പിനെ കഴുത്തിലൂടെ ഇട്ടിട്ട് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കാനാണ്. പിന്നെ പക്ഷിയും ഉണ്ട് കേട്ടോ, വലിയ ആഫ്രിക്കൻ തത്തയില്ലേ, അതിനെയും പിടിച്ചിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാം. അപ്പോഴാണ് ഇത് വട്ടമിട്ട് കിളികൾ ഇങ്ങനെ പറക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. അതിനുശേഷം നമ്മൾ നേരെ വരുന്ന ഇതുപോലുള്ളൊരു സ്പോട്ടിലേക്കാണ്. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന അടിപൊളി പ്ലേസ് തന്നെ. ഒരു ഫാൻറ്റസി വേൾഡ് പോലെയാണ് എനിക്കത് ഫീൽ ചെയ്തത്. കുട്ടികളൊക്കെ വന്നാൽ അടിപൊളിയായിരിക്കും. ഈ ഫ്ലവേഴ്സിൻ്റെ അടുത്ത് നിന്നിട്ടൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാം. ഞാനും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന അതിൽ ക്യാമറ വെച്ചിട്ട് നമ്മുടെ വീഡിയോസ് എടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ റോബോട്ടിക് ഡോഗും കൂടി ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒന്ന് ക്ലിപ്സ് ഞാൻ ഇതിൽ എടുത്തിട്ടില്ല. അതൊക്കെ ഞാൻ ഷോർട്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഷോർട്സും കൂടി കാണാൻ വേണ്ടി ശ്രമിക്കണേ. പിന്നെ നമ്മൾ ഇതുപോലെ കുട്ടി കുട്ടി ഷോപ്പിംഗ് പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു സ്പോട്ട് കണ്ടപ്പോൾ അവിടുന്ന് ലൈം സോഡയും സ്വീറ്റ് കോണും വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോഴത്തേക്ക് ഈ സ്ഥലം കണ്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി ഗൈസ്. ഇത്രയും വലിയ ഫുഡ് കോർട്ട്, ഊട്ടി ബജി, ഐസ്ക്രീം, മുംബൈ ചാറ്റ്സ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ. പിന്നെ കുട്ടികൾക്ക് കളിക്കേണ്ട ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ, പിന്നെ റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു. വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, കാരണം അതൊന്നും ഓണായി വരുന്നതേ ഉള്ളൂ. ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.